ഇവിടുത്തെ ആൾക്കാരൊക്കെ സഹായിച്ച കാരണം വണ്ടി എടുത്ത് വരുന്നത് കേട്ടോ. രാജേഷിന് മറ്റേ ഇത് ട്രെയിലർ തന്നെ തന്നിട്ടുള്ളതാണ് കേട്ടോ. പണിപാളിയുണ്ട്. ഇത് മുണ്ടത്തി. അപ്പൊ ചാള വേണ്ടെന്നാക്കി അങ്ങനെ കണ്ടെയ്നർ മുഴുവൻ വണ്ടി മൂടിയിടാനല്ലേ. ഇതും കൊണ്ട് കാശ്മീർ വരെ പോയാലും ഒന്നും സംഭവിക്കില്ല. ഗുഡ് മോർണിംഗ് ഗൈസ്, ട്രാവൽ ടൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, ഇന്ന് നിൽക്കുന്നത് നമ്മൾ ബാഡ്മിൻ്റൻ്റെ ഷോറൂമിലാണ്. വണ്ടിയുടെ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ പോയിപ്പോൾ വെൽഡിംഗ് വർക്ക്ഷോപ്പിൽ ചോദിച്ചായിരുന്നു. അപ്പോൾ ചോദിച്ചപ്പോൾ അവിടെ നിറച്ചും വണ്ടികളാണ്. ഇനിയിപ്പോൾ ആ വണ്ടി കഴിഞ്ഞ് 1 മണിയൊക്കെ കഴിയും നമുക്ക് അത് വെൽഡ് ചെയ്യണമെങ്കിൽ എന്ന് പറഞ്ഞു. പക്ഷേ ഇന്നാണെങ്കിൽ ഒരു ഓട്ടം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ലോഡ് എടുക്കാൻ പോകാൻ. അപ്പോൾ പോണ വഴിക്ക് എവിടെയെങ്കിലും വെൽഡിങ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ചെയ്യാൻ വെച്ചിട്ട്. പിന്നെ അതുപോലെ തന്നെ ഇന്ന് ഡ്രൈവർ കിട്ടാത്തതുകൊണ്ട് തന്നെ നമ്മളുടെ അസിസ്റ്റൻറ്റ് ഡ്രൈവറായിട്ടുള്ള ഡ്രൈവറെയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അസിസ്റ്റൻറ്റ് ഡ്രൈവർ ഒന്ന് മോൻ കാണിക്കൂ. ചെറുവണ്ടിയിൽ നിന്നും ഒരു പ്രമോഷൻ കൊടുത്ത് വലിയ വണ്ടിയിലേക്ക് കൊണ്ടുവന്നേക്കാണ്. ആദ്യമായിട്ടാണ് കേട്ടോ ലോഡ് എടുക്കാൻ പോകുന്നത് വലിയ വണ്ടി അല്ലേ. അപ്പോൾ ഞാനും കൂടി പോകുന്നുണ്ട്. ഞങ്ങൾ രണ്ടുപേരും കൂടി പോകാമെന്ന് വെച്ചിട്ട്. അജീഷിൻ്റെ ഹോസ്പിറ്റൽ കേസ് പരിപാടി കഴിഞ്ഞിട്ടില്ല. മറ്റവനാണെങ്കിൽ കുറച്ച് വീട്ടിലെ വർക്കുകളുണ്ട്. വീട്ടിലെ വർക്ക് എന്ന് പറഞ്ഞാൽ പേപ്പർ വർക്ക്, അവൻ്റെ സ്ഥലത്തിൻ്റെ കേസുകളും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ അത് കാരണം അവനും വരാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് പോകാമെന്നുള്ള പരിപാടിക്കാണ്. അപ്പോൾ ആദ്യം വെൽഡിങ് ചെയ്യണം. നമ്മുടെ ബോഡി ഞാൻ പറഞ്ഞില്ലേ, ആ ബോഡിയുടെ ആകുന്നിട്ടുള്ള കുറ്റി ഇടാൻ പറ്റാത്തതുകൊണ്ട് അതൊന്ന് ശരിയാക്കണം. പിന്നെ നമ്മുടെ വണ്ടിയിൽ ഇത് ഇന്നലെ ഇപ്പോൾ അവർ മാറ്റിയിട്ടുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, ആ ലൈനറും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സാധനം നമുക്ക് ഈ പറഞ്ഞോണം തന്നെ എന്താ പറയുക, അയ്യോ ഇതുണ്ട് ലൈനറും സാധനങ്ങളൊക്കെ ഇതിനകത്ത് ഓവലായിട്ടുള്ളത് കൊണ്ടാണ് കേട്ടോ. ഈ അടിയിലത്തെ തുളം ഓവലായിട്ടുള്ളത് കൊണ്ടാണ് ഇത് വിട്ട് പോകുന്നത്. ലൈനിങ് തീർന്നിട്ടല്ല. ഇതിൽ പക്ഷേ 2-3 പീസൊന്നും കുഴപ്പമില്ല. പക്ഷേ അങ്ങനെ ആയിട്ട് ഇനി ഏതെങ്കിലും വല്ല ലൈനിങ് ഇനി അഴിക്കണ സമയത്ത് എപ്പോഴെങ്കിലും ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഈ ഓവലാവാത്ത ഈ ഒരെണ്ണം മാത്രം, ബാക്കിയുള്ളതൊന്നും ഉപയോഗിക്കാൻ കൊള്ളില്ല. ബാക്കിയുള്ളതൊക്കെ കളയേണ്ടി വരും. ഇത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഫുള്ള് കട്ടിയുള്ളതാണ്. ഇത് കണ്ടോ, ഫുള്ള് ലൈനിങ് ഉള്ളതാണ്. പിന്നെ ഇതൊന്നും ഉപകാരമില്ല, കളയാൻ വേണ്ടിയിട്ടില്ല. പിന്നെ ഇവരുടെ ഇവിടെ ഇടാൻ പാടില്ല എന്ന് തോന്നുന്നു. ഈ വക സാധനങ്ങളൊക്കെ നമ്മൾ കൊണ്ടുവന്ന് കളയണം എന്നുള്ളതാണ് തോന്നുന്നത്. അപ്പോൾ നിലവിൽ നമ്മൾ ഇവിടുന്ന് അങ്ങനെ വണ്ടി എടുക്കുകയാണ്. വണ്ടി എടുക്കണേക്കാളും മുന്നേ നമ്മൾ ഇന്നലെ ചെയ്തിട്ടുള്ള സംഭവം ഒന്ന് നോക്കി നോക്കട്ടെ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഓയിൽ ഇനിയിപ്പോൾ ഓടാണ്ട് കിടക്കുമ്പോൾ ഫസ്റ്റ് ഓയിൽ നോക്കിയതിന് ശേഷം അതിൻ്റെ വ്യത്യാസങ്ങളും കാര്യങ്ങളും നോക്കിയതിന് ശേഷം നമുക്ക് വണ്ടി എടുക്കാം. കാരണം വേറൊന്നുമില്ല, ഇപ്പോൾ ഇതിനാണ് മെയിനായിട്ട് നമ്മൾ കൊണ്ടുവന്നത്. കാരണം ഓറിങ് അങ്ങനെ പോയിണ്ടോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ കേജ് നോക്കുമ്പോൾ നമുക്ക് അറിയാമല്ലോ കൂടുതൽ വന്നിട്ടുണ്ടോ കുറവ് വന്നിട്ടുണ്ടോ എന്നുള്ള സംഭവമൊക്കെ. അപ്പം തുടച്ചിട്ടിട്ടാലാണ് കേട്ടോ അറിയുള്ളൂ. ഇപ്പോൾ നിലവിൽ വണ്ടി സ്റ്റാർട്ട് ചെയ്യാണ്ട് രാവിലെ ഒരു പ്ലെയിൻ സ്ഥലത്ത് നോക്കി കഴിഞ്ഞാലാണ് അറിയുള്ളൂ. അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ ചെക്ക് ചെയ്യണതിൻ്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അറിയാൻ വേണ്ടിയിട്ടാണ്. ഇനി നാളെ ഓടിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ വന്ന് വീണ്ടും ഏതെങ്കിലും കറക്റ്റ് സ്ഥലത്തിട്ട് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റണം. അതിനാണ് നോക്കട്ടെ, ഒന്ന് തുടച്ചിട്ടൊന്ന് ഇട്ടു. രണ്ടാമത് ഒന്ന് തുടച്ചതിന് ശേഷം ഒന്ന് ഇട്ട് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റ് അറിയാം. പിന്നെ ഇത് നമ്മുടെ മസ്ത പോലെ ഒന്നുമില്ല, കണ്ടമാനം നീളവും ഇതൊക്കെ ഉള്ള കാരണം ചെറിയൊരു വേരിയേഷൻ തന്നെ ഭയങ്കരമായിട്ട് കാണിക്കും. ഇത് കണ്ടോ രേഷ, ഇതാണ് ഇതിൻ്റെ അളവ് നിലവിൽ. ഈ സൈഡ് നോക്കണ്ട, ഈ സൈഡ് കണ്ടോ നമ്മുടെ വര കണ്ടോ, കറക്റ്റ് വരയിലാക്കിയിട്ട് അപ്പോൾ നിർത്തിയിട്ടില്ല. അപ്പോൾ ലെവൽ സ്ഥലത്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി ഇത് കൂടുതലുണ്ടോ കുറേ ഉണ്ടോ എന്നുള്ളത് നോക്കണം. ഇപ്പോൾ കണ്ടോ ഈ സൈഡ് ചിലപ്പോൾ കൂടുതൽ കാണിക്കുക, അത് നോക്കണ്ട. ഈ ഒരു സൈഡ് നമ്മുടെ വര ഇട്ടിട്ടുള്ള സൈഡ് കറക്റ്റ് ആണോ, ഇപ്പുറത്തെ സൈഡ് കറക്റ്റ് ആണോ എന്ന് മാത്രം നോക്കിയാൽ മതി. ഓക്കെ, ഇപ്പോൾ കറക്റ്റ് വരയിലാണ് നിൽക്കുന്നത്. ഇനി നമ്മൾ കുറേ ഓടി കഴിയുമ്പോൾ ഒരു 10,000-2000 മിനിമം ഓടി കഴിയുമ്പോഴാണ് അത് നോക്കേണ്ട ആവശ്യമുള്ളൂ. പിന്നെ വെള്ളത്തിൻ്റെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളം ഇപ്പോൾ നിലവിൽ നമുക്ക് കുറവൊന്നും വരാറില്ല. വല്ലപ്പോഴും ഒരു 1/2 ഗ്ലാസ് വെള്ളമൊക്കെയാണ് കുറവ് വരാറുള്ളൂ. ഇതാണ് വെള്ളത്തിൻ്റെ ടാങ്ക്. അതിൽ വെള്ളം ഉണ്ട് ഓൾറെഡി, കണ്ടില്ലേ? വെള്ളം ഓൾറെഡി ഉള്ളത് കൊണ്ട് അത് നോക്കണ്ട. പിന്നെ കൂളൻ്റ് വണ്ടിയിൽ ഇരിക്കേണ്ടത്. പിന്നെ എപ്പോഴെങ്കിലും നമ്മൾ മാറ്റുന്ന സമയത്ത് കൂളൻ്റ് ആക്കാം ഫുള്ള്. പിന്നെ ബ്രേക്ക് സാധനങ്ങളൊക്കെ സെറ്റാണ്, വേറെ ഒന്നുമില്ല. വൈപ്പറിൻ്റെ ബ്ലേഡ് ഗ്ലാസ് ഒക്കെ നമ്മുടെ കൂളൻ്റ് അവിടെ റൂമിലാണെങ്കിൽ റൂമില് കൊണ്ടുവന്നായിരുന്നു, വണ്ടിയിൽ ഇരിക്കുന്നുണ്ട്. പിന്നെ വൈപ്പറിൻ്റെ ബ്ലേഡും കാര്യങ്ങളും കഴിഞ്ഞു. അത് അടഞ്ഞിട്ടില്ല, ഇതായിട്ടില്ല, ആയി. അപ്പോൾ അത് കഴിഞ്ഞു. പിന്നെ അതിടിച്ച് ഇനിയിപ്പോൾ ഇതിൻ്റെ ആവശ്യമില്ല, അത് വണ്ടിയിൽ വേണം. ഇനിയിപ്പോൾ വണ്ടിയിൽ കുറച്ച് സാധനങ്ങൾ അതിരിച്ച് കാണിച്ചിട്ട് ലൈനിങ്ങും സാധനങ്ങളും ഇത് ആവശ്യമുള്ളതല്ല ശരിക്കും പറഞ്ഞു. ഇവിടെ ഇട്ടിട്ട് പോകാനും പറ്റില്ലല്ലോ അല്ലേ. എന്തെങ്കിലും ആവട്ടെ. ഇനിയിപ്പോൾ നിലവിൽ ഈ സാധനം എടുത്ത് നമുക്ക് കാറിലേക്ക് കയറ്റി വയ്ക്കാം. നീ ഇതെവിടേക്കാണ് വരണേ? ഇതൊക്കെയാണ്. ഇതൊക്കെ നീ എടുക്കുമോ? സഹായ കമ്മിറ്റി. ഇത് വണ്ടിയുടെ ബലൂൺ എന്ന് പറയും, ബെല്ലോ. അപ്പോൾ അതും കഴിഞ്ഞു. പിന്നെ എന്തിട്ടുള്ളത്, വണ്ടിയുടെ ഉള്ളിൽ പുളി ഇരിക്കുന്നുണ്ട്. ആ പുളി എടുത്ത് ഞാൻ തരാം. അത് അജീഷ് അവിടെ പോയപ്പോൾ പറക്കിയതാ ഒരു സ്ഥലത്ത് നിന്ന്. റോഡ് സൈഡിലേ നമ്മുടെ വണ്ടി
വിറക് കയറ്റാൻ നിർത്തിയപ്പോൾ അതിൻ്റെ ചോട്ടിൽ ഒരു പുളിമരം ഉണ്ടായിരുന്നു. അപ്പോൾ പുളിമരത്തിൻ്റെ അവിടെ നിന്ന് അജീഷ് പറക്കി വെച്ചതാ. ചവിട്ടിയൊക്കെ ഒന്ന് കഴുകണം. എന്നാ പിടിച്ചോ. ഈ പുളി മുഴുവൻ നിനക്കുള്ളതാ, പിടിച്ചോ. അപ്പോൾ അത് കൊണ്ടുവയ്ക്കുക. പിന്നെ എന്നിട്ട് വേറെ സംഭവങ്ങളൊന്നും ഇല്ല. എയർ ഇല്ലല്ലോ. എയറിൻ്റെ അവിടെ കുറ്റി ഓൺ ചെയ്തിട്ടിട്ട് ആണോ ഇട്ടേക്കണേന്ന് നോക്കി. ഓഫ് ആണോ ഓൺ ആണോന്ന്. എയറിൻ്റെ കുറ്റി മുളയ്ക്കണം. സ്റ്റാർട്ട് ചെയ്തിട്ടോ. സ്റ്റാർട്ട് ചെയ്ത് എയർ കയറട്ടെ. ഗിയർ ഓക്കെ. അപ്പോൾ എന്തായാലും എയർ കയറ്റി നമ്മൾ നേരെ ഏതാണ് ഏറ്റവും അടുത്ത വെൽഡിങ് വർക്ക്ഷോപ്പ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കയറ്റി കുറച്ച് വെൽഡിങ് ഉണ്ട്, അതിലും ചെയ്തിട്ട് അങ്ങോട്ട് പോകാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ. ക്യാഷ് ഓക്കെ അല്ലേ? ഓക്കെ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ആയിക്കോട്ടെ, ഓരോന്നോരോന്ന് ചോദിക്കാം. ഫുൾ സംശയം കുറവൊന്നും ഒരു കേസ് പറയരുത് അല്ലേ? ആയിക്കോട്ടെ. മൊത്തത്തിൽ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്, പ്ലാസ്റ്റിക് കവറൊക്കെ. ഇതൊക്കെ എന്താണെന്നുള്ളത് നോക്കിയിട്ടേ ആവശ്യമില്ലാത്തതാണെങ്കിൽ എടുത്ത് കളയണം. നിറച്ച സാധനങ്ങൾ അതിൻ്റെ ഉള്ളിലൊക്കെ. എന്നിട്ട് വെറുതെ കവറാണല്ലോ. അയ്യോ, ഇതിലൊന്നും ഒന്നുമില്ല. ഇത് കവർ കച്ചവടമൊക്കെ വണ്ടിയാണത്. ഈശ്വരാ, ഇതെന്തോരും കവർ നോക്ക്. ക്ലിയർ ആക്കട്ടെ കേട്ടാ. അവിടെ ഉണ്ടല്ലേ. നീത വണ്ടി എടുത്തോളില്ലേ? കാർ എടുത്തോളില്ലേ? ഞങ്ങളുടെ ബാക്കിലാണോ വരുന്നത്, ഫ്രണ്ടിലാണോ? ശരി, ആയിക്കോട്ടെ. വണ്ടി എടുത്ത് വരുന്നത് കേട്ടോ. പോരെ നീത കാത്തു നിൽക്കായിരുന്നു. കുറേ നാളായില്ലേ വണ്ടി ഓടിച്ചിട്ട്? എന്നാ ഓടിച്ച ഒരാഴ്ച ലാസ്റ്റ്? AC കയറ്റാൻ പോയിട്ട് വന്നിട്ട് പിന്നെ ഓടിച്ചിട്ടില്ല. അപ്പോൾ വണ്ടി ഓട്ടം തുടങ്ങിയതിന് ശേഷം നീ എടുത്തിട്ടില്ല? ഞാൻ ഏതോ ട്രിപ്പ് ഞാൻ വിചാരിച്ച ഏതോ ട്രിപ്പ് നീ എടുത്തെന്ന് വിചാരിച്ചിട്ടിരിക്കണ. അങ്ങനെ പോയിട്ടില്ലല്ലോ അല്ലേ നീ? മറ്റവനെ പിന്നെ ഇൻഡിക്കേറ്റർ അപ്പുറത്തും ആയതുകൊണ്ട് പെട്ടെന്ന് മനസ്സിന്നത് ഓർമ്മ കിട്ടില്ല അല്ലേ? അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. വൈപ്പറും അതേപോലെ തന്നെ പ്രശ്നമാണ്. വൈപ്പർ ഇത് തിരിപ്പിക്കുക, ഈ കുറ്റിമ്മലേ തിരിപ്പിക്കലാ. അവിടെ നിർത്തിയ ആളെ കിട്ടിയില്ലേ? അപ്പോൾ രാജേഷ് വലിയ വണ്ടി അങ്ങോട്ട് എന്താ പറയുക ലോഡ് കയറ്റിയിട്ട് അങ്ങനെ ഓടിച്ചൊരു എക്സ്പീരിയൻസ് ഇല്ലാത്ത കാരണം ഞാൻ അത് ഇതെന്നൊക്കെ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ രാജേഷ്. അപ്പോൾ ബാക്കിയുള്ളവർ ഇനി പറയരുത് രാജേഷിനെ ഓടിക്കാൻ പഠിപ്പിച്ചോന്നൊന്നും ചോദിക്കരുത്. അപ്പോൾ നിലവിൽ നമ്മളില്ലാത്ത കാര്യമാണ്. അതെ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. രാജേഷ് ലക്ഷം കയറ്റി ഓടിച്ചോ അല്ലെങ്കിൽ അതിനെ കടത്തി വിട്ടോ എന്നൊക്കെ പറയണതിൻ്റെ കാരണം അവനറിയാണ്ടല്ല. എന്നാലും നമ്മൾ ക്ലീനർ ആകുമ്പോൾ ഇതൊക്കെ പറഞ്ഞു കൊടുക്കണം. അതുകൊണ്ടാണ് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വെൽഡിങ് സെൻറ്റർ ഉള്ളതെന്നുള്ളത് അറിയോ? ഏറ്റവും അടുത്ത് നോക്കി പോകാട്ടോ. നമുക്ക് വെൽഡിങ് എവിടെയുള്ളതെന്ന് വെച്ചാൽ അവിടെ നിർത്തിക്കോളാം. രാജേഷിനെ ഫസ്റ്റായിട്ട് പറഞ്ഞു കൊടുക്കുന്നത് ക്യാമറയാണ് കേട്ടോ. അപ്പുറത്തേക്കടെ പോയിട്ട് 1000 കിട്ടിയിട്ടുള്ള ക്യാമറ ഇതാണ്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും ആ വഴിക്ക് സഞ്ചരിക്കുകയേ ചെയ്യരുത് എന്നുള്ളതാണ് രാജേഷിന് ഫസ്റ്റ് കൊടുക്കണ കാര്യം. കാരണം നമ്മുടെ മറ്റേ വണ്ടി ആകുമ്പോഴേ നമുക്ക് പ്രശ്നമില്ലല്ലോ. നമ്മൾ കയറി കഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്ക് കട്ട് ചെയ്യാലോ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ കട്ടിങ് നടക്കില്ലേ? അപ്പം നമ്മളും മെല്ലെ അവരും മെല്ലെ ആകുമ്പോൾ 6ാമത്തെ ഗിയർ കഴിഞ്ഞു. ഇത് നമ്മളെ മസ്ത പോലെ ഇങ്ങനെ ഇതാവില്ല. ഗിയർ കഴിഞ്ഞിട്ട് വീണ്ടും ഇടാനുള്ള ടെൻഡൻസിയില്ലേ? അതുണ്ടാവും. ഗ്രീസിങ് ഇവിടെ ഉണ്ട്. പക്ഷെ ഇതിലൊന്നും അടിച്ചിട്ട് ഗ്രീസ് അടിച്ചാൽ കയറില്ല. നമുക്ക് എപ്പോഴും മറ്റേ ഇതിലടിക്കണം. എയറിലടിച്ചാൽ മാത്രമേ കയറുള്ളൂ. അന്നേ പെർഫെക്റ്റ് ആവുള്ളൂ. പക്ഷേ മസ്ത ഓടിച്ചിട്ട് ഈ നേരെ ഭാരത് ബെൻസിലേക്ക് വരുമ്പോൾ എന്നിട്ട് ഒരു വ്യത്യാസം. നല്ല സുഖം. ഓടിക്കാൻ സുഖം ഭയങ്കര കൂടുതൽ. കാലുവേണ്ടി പിന്നെ ഇവിടെ ഓടിച്ചിട്ട് സുഖം മനസ്സിലാക്കിയതാണല്ലോ. ഇനിയിപ്പോ നമുക്ക് ആകെ അറിയാനുള്ള ലോഡ് വണ്ടി എങ്ങനെയാണെന്നുള്ളത് നമ്മളത് നോക്കണം. അതെ. അത് ഞാൻ ഓടിച്ചിട്ടില്ല. പക്ഷെ ലോഡ് വണ്ടി ഒരു വ്യത്യാസവും ഇല്ലടാ. ലോഡ് വണ്ടി കയറ്റം വരുമ്പോ ഇഴയും കിടന്നിട്ട്, അല്ലാണ്ട് വേറൊരു പ്രശ്നമില്ല. കയറ്റം വരുമ്പോ നമ്മുടെ മസ്തിന്നല്ലോ അല്ലേ? അതെ അതെ, മസ്തിയാണെങ്കിൽ ആ ഇഴച്ചിലില്ലല്ലോ. ഇത സ്പീഡിൽ വെട്ടിച്ചൊക്കെ പോകണ്ടല്ലോ. വഴിയൊക്കെ അറിയണവോ? നമ്മൾ നേരെ മണ്ണുത്തിന്ന് നേരെ പോണക്കാട്ടിലാണ് കിടക്കുന്നത്. പോണക്കാട്ടിലാണ് നമ്മളുടെ ഈ പറഞ്ഞ പെയിന്റ് കയറ്റാനായിട്ട് നമ്മൾ പോണത്. പെയിന്റിന്റെ ഓട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമ്മൾ ഇന്ന് പെയിന്റ് കയറ്റി കഴിഞ്ഞാൽ നാളെ കഴിഞ്ഞ് മറ്റന്നാളാണ് നമുക്ക് ഇറക്കേണ്ടത്. അപ്പോൾ നാളെ നമ്മൾ
ഒതുക്കി നിർത്തും, ഇന്ന് കയറ്റി കിട്ടിയ, എന്നിട്ട് നാളെയാണ് കേട്ടോ പോവുള്ളൂ. അപ്പോൾ വെൽഡിങ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതങ്ങോട്ട് കഴിഞ്ഞിട്ട് പോയിട്ട് കയറ്റിയാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നിൽക്കണത്. പക്ഷേ വെൽഡിങ്ങിൻ്റെ സ്ഥലം എപ്പോഴത്തേക്കും കാണുന്നില്ല. നമ്മുടെ ലോക്കലിൽ വല്ലയിടത്തും ഉണ്ടാവും ഇവിടെ. പക്ഷേ മാണിക്കത്തറ വഴിയിലേക്ക് കയറിയാ നോക്കി നോക്കാം അല്ലേ? അതെ, നമുക്ക് ചോദിച്ചു നോക്കി നോക്കാം. ഉണ്ടെങ്കിലേ ചെയ്യിപ്പിക്കാം. അതേപോലെ ഈ മണ്ണുത്തിയിൽ എവിടെയെങ്കിലും ഉണ്ടാവും സംഭവം. ഒന്ന് നോക്കിയിട്ട് പോവാം, മണ്ണുത്തിയിൽ നിർത്തി നോക്കിയിട്ട് പോവാം നമുക്ക് വല്ലയിടത്തും ഉണ്ടെങ്കിൽ. രാജേഷ് കണ്ട ന്യൂട്രൊക്കെ അടിച്ചിട്ടാണ് പോണത്. നല്ല മാക്സിമം മൈലേജ് എന്നുള്ള രീതി തന്നെയാ അല്ലേ? മോഹൻലാലിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുള്ളതാണ് രാജേഷ്. സംഭവം കമ്പനി കടത്തിലാന്ന് അറിഞ്ഞതിനെ തുടർന്ന് രാജേഷ് കയറി ഇനി ന്യൂട്രടിച്ച് ശരിയാക്കി തരാമെന്ന് പറഞ്ഞേക്കണേ. ഒരു 10,000 രൂപയുടെ ഡീസലിന് 8,000 രൂപ ഒതുക്കാന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ എന്താ പറയാ, എല്ലാ ന്യൂട്രുകളും വാരി അടിച്ചാണ് നീങ്ങിക്കൊണ്ടിരിക്കണേ ഞങ്ങള്. ലോഡ് വണ്ടിയിൽ ഇറക്കം കിട്ടിയ ന്യൂട്രൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് ഇതേപോലെ തന്നെ പൂടാ. ഞങ്ങൾ മണ്ണുത്തി സെൻറ്ററിൽ എത്തിയിട്ടാ. മണ്ണുത്തി ഓവർബ്രിഡ്ജിൻ്റെ മുകളിൽ എന്തൊക്കെയോ പണി നടക്കണോണ്ട് കുറേ വണ്ടിയൊക്കെ ഇതിലും തിരിച്ചു വരണമെന്ന് തോന്നുന്നു. ഒരു സ്ഥലത്തേക്കൂടെ മാത്രം വണ്ടി വരുന്നുള്ളൂ, മറ്റേ സൈഡിൽ വരുന്നില്ല. ഇനി ഞങ്ങൾക്ക് ഇവിടെ നിന്ന് മണ്ണുത്തിയിൽ നിന്ന് നേരെ ലെഫ്റ്റാണ് തിരിയാനുള്ള. മണ്ണുത്തി പള്ളിയുടെ അവിടെ നിന്ന് പോലീസ് സ്റ്റേഷൻ കഴിഞ്ഞിട്ട് അത് അവിടെ നിന്ന് ചെറിയ വഴിയാണ്, ഒരു 5-6 കിലോമീറ്റർ. അപ്പോൾ നേരെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പോണങ്ങാട് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തെത്തും. അവിടെയാണ് ബർജറിൻ്റെ ഗോഡൗൺ ഉള്ളത്, മറ്റേ പെയിൻറ്റിൻ്റെ ഗോഡൗൺ. അപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് പെയിൻറ്റ് കയറ്റിയിട്ടാണ് നേരെ കൊല്ലത്തേക്ക് പോണത്. മണ്ണുത്തി പോലീസ് സ്റ്റേഷൻ ടിപ്പർ കിടക്കണല്ലോ. എത്ര കൊല്ലമായി എന്നറിയും ഈ സാധനമൊക്കെ ഇവിടെ കിടക്കണം. ഏറ്റവും അധികം നഴ്സറികളൊക്കെ ഉള്ള വഴിയാണ് കേട്ടോ ഈ കാണുന്നത്. മാടക്കത്തറ വഴി എന്ന് പറയുന്നതിന്. മാടക്കത്തറ എല്ലാ വീട്ടിലും കുറച്ച് സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ ചെടിത്തോട്ടായിരിക്കും. അങ്ങനെയാണ് ഈ വഴിയുടെ ഒരു പ്രത്യേകത. യൂണിവേഴ്സിറ്റിയുടെ വഴിക്കാണ് കേട്ടോ പോണത്. ഈ വഴിക്ക് പോയി കഴിഞ്ഞാൽ കുറച്ച് ദൂരമുള്ളൂ. മറ്റേ ടൗൺ മുഴുവൻ ബ്ലോക്കിൻ്റെ ഉള്ളിൽ മുഴുവൻ കറങ്ങി അടിച്ച് വരുന്നത്. അപ്പോൾ കുറച്ച് ദൂരം ചെറിയ വഴിയാണ്, എന്നാലും കുഴപ്പമില്ല. ഞങ്ങൾ വരുമ്പോൾ ഏറ്റവും അധികം മയിലിനൊക്കെ കാണുന്ന സ്ഥലമാണ് ഈ കശ്മാവ് തോപ്പ്. ഈ കശ്മാവ് തോപ്പിൻ്റെ ഇവിടുന്ന് എപ്പോഴും മയിൽ റോട്ടിലും അതുപോലെ കശ്മാവ് തോപ്പിലേക്ക് ആയിട്ട് ഇഷ്ടം പോലെ ഉണ്ടാവാറുണ്ട്. ഇത് രാജേഷിന് മറ്റേ ഇത് ട്രയൽ റൺ തന്നിട്ടുള്ളതാണ് കേട്ടോ. എങ്ങനെയുണ്ട് ഇങ്ങനെയുള്ള വഴിക്ക്, എങ്ങനെയാണ് നിൻ്റെ ഓടിക്കൽ എന്നുള്ളത് ടെസ്റ്റ് ചെയ്യണ്ടേ? അതാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ചെറുവഴി, മാക്സിമം ചെറിയ വഴി. അങ്ങനെ പോലെ കുറച്ച് പണിപാടിയുണ്ട്. ലാസ്റ്റ് ബാക്ക് എടുക്കേണ്ട. ഒരു ബാക്കിൽ വണ്ടി ഉണ്ടോ? ഇല്ല, പോവില്ല. നിൽക്കട്ടാ. ഞങ്ങൾ ഇന്നാൾ വന്നപ്പോൾ കറക്റ്റായിട്ട് അവിടെ ഒടിഞ്ഞു കിട്ടി. ഈ പ്രാവശ്യം അവിടെ സ്കൂട്ടർ ഇരിക്കുന്നതുകൊണ്ടേ അവിടെയാണ് നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ ബുദ്ധിമുട്ടുള്ളത്. അല്ലെങ്കിൽ ഈ വഴിക്കാണ് നമുക്ക് ലോഡ് കയറ്റിയിട്ടും തിരിച്ചു പോകാൻ പറ്റും. ഞങ്ങളുടെ വഴിക്കാണെങ്കിൽ റോഡ് പണി നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് 2 സൈഡും മാന്തി പൊളിച്ച് തവിട് പൊടി ആക്കിയിട്ടേക്കുക. അപ്പം അതിനകത്ത് ചെറിയ ബുദ്ധിമുട്ടുണ്ട്. ഈ കാണുന്നതാണ് കേട്ടോ ബർജറിൻ്റെ ഗോഡൗൺ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇത് സൈഡ് ഗേറ്റാ, ഇപ്പോൾ ഫ്രണ്ട് ഗേറ്റ് ഉണ്ട്. ഇതൊക്കെ ബർജറിൻ്റെ ഗോഡൗൺ തന്നെയാണ്. അപ്പോൾ ഫ്രണ്ട് ഗേറ്റിലേക്കാണ് കയറി വരുന്നത്. കണ്ടില്ലേ, ബർജർ പെയിൻറ്റ്സ് കൊക്കണക്കാട്. ഇത് ബാക്കിലില്ലേ? ബാക്കിലുണ്ട്. ഇവിടെ തിരിച്ചിട്ടല്ലേ അങ്ങോട്ട് പോണ്ടേ? അത് ചോദിച്ചിട്ട് പോയാൽ മതി, കയറ്റാൻ ഇടാല്ലേ? മതി. അപ്പോൾ നമ്മുടെ വണ്ടി അവിടെ ഒതുക്കി നിർത്തി. കുറേ വണ്ടികൾ പെയിൻറ് ഇറക്കാൻ വന്നിട്ടുള്ളതും അതുപോലെ തന്നെ കയറ്റാൻ വന്നിട്ടുള്ളതായിട്ടുള്ള കുറേ വണ്ടികൾ കിടക്കുന്നുണ്ട്. ഇവർ 2 വണ്ടി കയറ്റുണ്ടെന്ന് പറഞ്ഞില്ലേ? അപ്പോൾ 2 വണ്ടിയും കൂടിയിട്ട് ഇപ്പോൾ കയറ്റി കഴിഞ്ഞ് വേറൊരു വണ്ടിയും കയറ്റാൻ കിടക്കുന്നുണ്ട്. അതും കഴിഞ്ഞിട്ടാണ് കേട്ടോ കയറ്റൽ നടക്കുള്ളൂ. പിന്നെ അത് തന്നെയല്ല, നമ്മളുടെ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് നിന്ന് നമ്മളുടെ ബില്ലടിക്കണം. ബില്ലടിച്ചതിന് ശേഷമാണ് നമ്മുടെ വണ്ടി കയറ്റാനായിട്ട് ഇവിടെ ഇട്ടുള്ളൂ. പിന്നെ ഇപ്പോൾ ഉച്ചയാകുമ്പോഴേക്കും കയറ്റി കിട്ടിയാലും ഇവിടെ എല്ലാ ലോഡ് കയറ്റിയ വണ്ടിക്കും വൈകുന്നേരം 5 മണി 6 മണി ആകുമ്പോഴാണ് ഇതിൻ്റെ മറ്റേ ബില്ല് കിട്ടുള്ളൂ, പോണ ബില്ല് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ എത്ര മണിക്ക് കയറ്റിയാലും ഇവിടെ കയറ്റിയിട്ട് ഇടാനേ പറ്റുള്ളൂ. 6 മണി കഴിഞ്ഞിട്ടാണ് ഇവിടെ നിന്ന് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു സംഭവമുണ്ട്. അപ്പോൾ എന്തായാലും ഈ ലോഡ് കയറ്റി നമ്മൾ തിക്കുന്നിരക്ക് അടിച്ച് ഫസ്റ്റ് കയറ്റി കഴിഞ്ഞാൽ ഫസ്റ്റ് പോകാൻ അങ്ങനത്തെ കേസൊന്നും ഇല്ല. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു ചേട്ടനുണ്ടായിരുന്നു. ചേട്ടൻ്റെ പേരെന്താ ചേട്ടാ? ജോയ്. ഈ ചേട്ടനോട് ചോദിച്ച് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാവും. കുറേ കാലങ്ങളായിട്ട് ഈ വക ഫീൽഡിലുള്ള ആൾക്കാരോട് ചോദിച്ചു കഴിഞ്ഞാലേ അറിയുള്ളൂ. നമ്മൾ കൊല്ലത്തേക്ക് കയറ്റി പോകാന്ന് പറഞ്ഞ് കൊല്ലത്ത് നിന്ന് ഇങ്ങോട്ട് തിരിച്ചു വല്ലതും കിട്ടണ്ട. അപ്പോൾ ആൾ കുറച്ച് നമ്പറുകളും കാര്യങ്ങളൊക്കെ തന്നു. ഓരോ ആൾക്കാരെ കാണുമ്പോൾ അങ്ങനെയുള്ള നമ്പറുകളും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടാണ് നമ്മളിങ്ങനെ ഓടിപ്പോകുന്നത്. ഇപ്പോൾ അവിടെ ചെന്നിട്ട് കാലി വരേണ്ട ആവശ്യമില്ല. കുറേ ഇതേപോലെ ചേട്ടൻ വിളിച്ചും കിട്ടിയില്ല. മതിയല്ലോ.
അപ്പോൾ ആർക്കും വാട്സാപ്പും ഇതൊക്കെയുള്ള കാരണം അതിനകത്ത് ലോഡുകളൊക്കെ വരുമ്പോൾ എങ്ങനെയാട്ടോ ഞാൻ ഓരോ ആൾക്കാർ ചെന്ന് വർത്താനം പറഞ്ഞ് കമ്പനി ആയി കഴിയുമ്പോൾ അവരോട് നമ്പറും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടാണ് ഓരോ ഓട്ടങ്ങളൊക്കെ സെറ്റാക്കുന്നത്. അപ്പോൾ കണ്ടിന്യൂസ് നമുക്കൊരു ശരിക്കുള്ള ഒരു ഓട്ടം കിട്ടുകയാണെങ്കിൽ പിന്നെ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പം നിലവിൽ അതുവരെ ഒരു പ്രശ്നമാണ്. ഇത് ചേട്ടൻ്റെ വണ്ടിയല്ലേ ഈ കാണുന്നത്? ടയറുകളൊക്കെ പുത്തനാക്കിയിട്ടുണ്ട്. ഇപ്പോഴും ഒക്കെ പുത്തനാക്കി വെക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ സ്വന്തം കൊണ്ട് നടക്കുമ്പോൾ പേടിക്കണ്ടല്ലോ ഒന്നല്ലേ. ഇതാണ് കേട്ടോ ചേട്ടൻ്റെ വണ്ടി. സെൻറ്റ് ആൻ്റണി ചേട്ടൻ്റെ സ്ഥലം മറ്റേ ഇവിടെയല്ലേ? പുതുക്കാടല്ലേ? പുതുക്കാടാണ് കേട്ടോ ഈ ചേട്ടൻ്റെ സ്ഥലം. അപ്പോൾ ആൾ കൂടുതലും പെയിൻറ്റിൻ്റെ ഒന്നും ഉണ്ടല്ലേ കൂടുതൽ പറഞ്ഞത്? ഹിന്ദുസ്ഥാൻ ലിവറാണ്. അങ്ങനെ അവിടുത്തെ ഒരു വണ്ടി പോയി. അപ്പോൾ നമ്മുടെ വണ്ടി കയറ്റാനായിട്ട് ഇതിലേക്ക് ഇട്ടു കേട്ടോ. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നമ്മുടെ വണ്ടിയാണ് ഇനി കയറ്റുന്നത്. അപ്പോൾ കുറേ സമയം എടുക്കും കയറ്റാനായിട്ട്. അപ്പോൾ ഞാൻ ആവശ്യമൊക്കെ നീത പുറത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ പോയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് വരാമെന്ന് വെച്ചിട്ടാണ്. രാജേഷിനെ കുറേ ദിവസമായി മറ്റേ ബിന്ദു ചേച്ചിയുടെ ഊണ് വേണം. നമ്മളിപ്പോൾ വണ്ടിയിൽ പോകുന്ന സമയത്ത് കഴിക്കാൻ പറ്റുന്നുണ്ട്. ഇതിപ്പോൾ എന്താ പറയുക, വലിയ ലോറിയിൽ വന്നിട്ട് വേണം ഇപ്പോൾ നിനക്ക് ബിന്ദു ചേച്ചിയുടെ അല്ലെങ്കിൽ കിട്ടിയിരുന്നില്ലേ? അതന്നെ. ഇനിയിപ്പോൾ ശമ്പളം വേണ്ടാത്തൊരു ഡ്രൈവർ കിട്ടിയ രക്ഷപ്പെട്ടു. ഇതിപ്പോൾ ശമ്പളം വേണ്ടാത്ത കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഇവൻ അപ്പൻഡിക്സ് ട്രെയിനിമാർക്ക് ശമ്പളമില്ല. അപ്പോൾ ഞാനാണ് ഇപ്പോൾ ഇവന്റെ ഇതിലത്തെ ഗുരു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവന് എന്താ വെച്ച് കഴിഞ്ഞാൽ ശമ്പളം എനിക്കാണ് ശമ്പളമുള്ളൂ. അപ്പോൾ നിനക്ക് ചായ കടി എന്താ 3 നേരം ഓർമ്മിപ്പിക്കാം. അത് മേടിച്ചു ഇതവിടെ വെയിറ്റ് ചെയ്തിരിക്കണ്ടാവും പാവം. അതിനെ വിളിക്കണ്ടേ? അത് ബിന്ദേച്ചിയുടെ ഊണിന്ന് 2 ദിവസമായി പറയണ കിടന്നിട്ട്. 2 ദിവസമായിട്ട് വീട്ടിൽ ഉച്ചയാകുമ്പോൾ പറയില്ല ബിന്ദേച്ചിയുടെ ഊണ് വയ്ക്കാൻ പുതിയ പോകുന്നത്. എന്നിട്ട് ഇപ്പോൾ പറഞ്ഞു വേണ്ട 5 മണിക്ക് ഇനി 5 മണിക്ക് കഴിക്കുമെന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ എന്തെങ്കിലും ഇത്തിരി തരാമെന്ന് പറഞ്ഞു തൽക്കാല സമയത്തിന് വേണ്ടി മാത്രം. അപ്പോൾ 5 മണിയാകുമ്പോൾ വേറെ കഴിച്ചോട്ടല്ലോ നിങ്ങൾക്ക് എന്തൊക്കെയാണ് കഴിച്ച ബോർഡ് വായിക്കണേ. എന്തായാലും ചോറിന് മീൻകറിയും കൂട്ടിയിട്ട് പയറ് ഇതെന്തൊരു സാധനം? കടലയും ഉരുളക്കിഴങ്ങും. പിന്നെ ഇത് പരിപ്പും തക്കാളി അച്ചാറ്. പിന്നെ ചെമ്മീൻ മറ്റേ ഇതൊക്കെ ഉണ്ട് കേട്ടോ. അതൊന്നും വന്നില്ല ആവശ്യം. സെക്കൻഡിന് മേടിക്കാനാ? സെക്കൻഡിനാണ് അതൊക്കെ. ബാക്കിയുള്ള കറികൾ മേടിക്കണം. കറികൾ കുറേ വരാറുണ്ട്. മോര് വരാറുണ്ട്, ചമ്മന്തി വരാറുണ്ട്. ഇന്നത്തെ പോരാ അല്ലേ? കഴിച്ചിട്ടില്ല. അതിന് മുന്നേ തന്നെ കറി കാണുമ്പോൾ തന്നെ പോരാന്ന്. മോര് കൂട്ടിയിട്ട് പിടപെടിക്കാനാ? അതെ, ലേശം വ്യത്യാസങ്ങൾ വേണമായിരുന്നു. കുഴപ്പമില്ലല്ലോ എന്ന് വെച്ച് ഓണാക്കുക. അത് കൂടുതൽ കൊതി കൊണ്ട് വന്നു കഴിഞ്ഞാൽ കറികൾ ചെയ്യുമ്പോണ്ടാവില്ല. മനസ്സിലായി? എനിക്ക് കുറച്ച് ദിവസമായി പറയണു ഊണെന്ന്. എന്തായാലും കഴിക്കട്ടെ ഗൈസ്. ഇത് മുണ്ടത്തി. അപ്പോൾ ചാള വേണ്ടെന്നാക്കി. പോഷകം മാത്രമേ കഴിക്കുന്നുള്ളൂ. ഞാനിവിടെ പോഷകം. രാജേഷിന് ബീഫ് പോഷകം അല്ലേ? ഇന്നത്തെ ഫുഡ് കഴിച്ചു കഴിഞ്ഞപ്പോൾ ഓവർ ആക്രാന്തം വന്നു എന്ന് പറയില്ലേ? എല്ലാം വെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അത്ര എയിമായില്ല ഗൈസ്. അത് തന്നെയല്ല, നീത പറഞ്ഞു പൈസ ഇനി കുറച്ച് കൊടുക്കണമെന്ന്. ചമ്മന്തി കിട്ടിയില്ല, രാജേഷിന് പപ്പടവും കിട്ടിയില്ല. അത് തന്നെ. അതുപോലെ തന്നെ കഴിയുമ്പോൾ വിളമ്പി തന്നില്ലാന്ന്. എന്തായാലും സംഭവം ഊണ് കഴിച്ചു കുഴപ്പമൊന്നുമില്ല കേട്ടോ. അത് വിചാരിച്ച് സാധാരണ അങ്ങോട്ട് കിട്ടുന്ന അത്ര കറികൾ ചില ദിവസങ്ങൾ മാറി വരുമ്പോഴേ എയിമായില്ലെങ്കിൽ തൃപ്തിയാവില്ല. അത് പറ്റിയത്. അപ്പം നേരെ നല്ലത് ഇനിയിപ്പോൾ നിധിക്ക് ബർഗറിൽ വന്നിട്ട് മറ്റേ പെയിന്റിന്റെ ഓട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബർഗറല്ല, മോന്തിയും തുടച്ചു കളഞ്ഞോ ബർഗർ കഴിച്ച പോലെ ഇരിക്കുന്നത്. അതെ, പപ്പടം എന്തിട്ട് ഇരിക്കുന്നുണ്ട് തിന്നത്. അപ്പം ഞാൻ പറയണത് ഇനിയിപ്പോൾ വണ്ടിക്ക് ഓട്ടം കിട്ടുന്ന സമയത്ത് ഞങ്ങൾ രണ്ടുപേരും ഇല്ലെങ്കിലും ബർഗറിൽ വന്ന് പെയിന്റ് കയറ്റിക്കോളാൻ പറഞ്ഞു കഴിഞ്ഞാൽ നീ കയറ്റിക്കോളല്ലേ? എന്ത്? പോണങ്ങാട് ബർഗറിൽ വന്ന് പെയിന്റ് കയറ്റാൻ പറഞ്ഞാൽ അറിയില്ലേ? നേരെ ഫ്രണ്ട് അങ്ങോട്ട് ഒടിച്ച് കയറ്റി കൊണ്ടുപോകാതെ അവിടേക്ക് നിർത്തുക, നേരെ ബാക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുക. അത്രയും അറിയാമല്ലോ കേട്ടോ. കാണിച്ചു തരാം, ഉള്ളിലൊന്ന് കയറി കാണണം. ബായോ കാണിച്ചു തരാം. അത് ഉള്ളിൽ AC ആണ് ആ വണ്ടിയുടെ. അതാണ് അതിൻ്റെ മുകളിൽ മറ്റേ AC യുടെ യൂണിറ്റ് ആണ് എന്നാണ് ഞാൻ അവകാശപ്പെടുന്നത്. അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് എനിക്കറിയില്ല. നാഗാലാൻഡ് വണ്ടിയാണ് ഇത്. നാഗാലാൻഡിൽ നിന്ന് പുറപ്പെട്ടാന്ന് വിചാരിക്കണ്ട. ഇത് നാഗാലാൻഡിൽ വെറുതെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാവും. അല്ലാണ്ട് ഇപ്പോൾ നാഗാലാൻഡ് വണ്ടി ഒന്നും ആവില്ല. ഈ വണ്ടി കാണുമ്പോഴേ നാഗാലാൻഡ് വണ്ടിയാന്ന് തെറ്റിദ്ധരിക്കണ്ട. നമ്മളങ്ങനെയല്ല ഇത്ര നാളും വിചാരിച്ചോണ്ടിരുന്നേ. ഇത് തമിഴ്നാട്ടിലോ ആന്ധ്രയിലോ അല്ലെങ്കിൽ അവിടെ വല്ലുള്ള സ്ഥലത്തെ ആൾക്കാരുടെ വണ്ടിയാവും. അവിടുത്തെ ടാക്സ് ഒക്കെ കുറവ് കിട്ടാൻ വേണ്ടി നാഗാലാൻഡിലെ ടാക്സ് ഒക്കെ തീരെ കുറവാണ്. അതായത് അവിടുത്തെ ഇതിന് രജിസ്റ്റർ ചെയ്യുന്നത് അവിടെ ഒരു ബുക്കിംഗ് ഓഫീസോ അല്ലെങ്കിൽ വല്ല ഓഫീസോ അങ്ങനെ ഉണ്ടോ, ആ അഡ്രസ്സിൽ അങ്ങോട്ട് ഇവർ വണ്ടി എടുക്കും. അതാണ് ഇങ്ങനെ നാഗാലാൻഡ് വണ്ടി നമ്മൾ കാണുന്നത്. അത് തന്നെ. ഈ വരുന്ന വണ്ടി എന്തിട്ടാന്നുള്ളത് മനസ്സിലായി. എനിക്ക് ആ ചേട്ടനോട് ചോദിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി. അല്ല, വണ്ടിയുടെ പേരല്ല, അതിന് വലിയ വിറ്റ്. ഇത് ഏഷ്യർ വേണ്ടയ്ക്ക് അക്ഷരത്തിന്റെ ഫ്രണ്ടിൽ ഏരിയ അറിയാൻ പാരുത് മനസ്സിൽ ഏഷ്യറിനൊക്കെ. ഇത് ബിസ്ക്കറ്റ്. അപ്പൊ ബിസ്ക്കറ്റ് എന്തിട്ടില്ല വരിക? AC വണ്ടിയില് അത് എപ്പോഴും തണുത്തിരിക്കണം. ഏത് ബിസ്ക്കറ്റാ? അങ്ങനെയുണ്ടോ? ഇപ്പം വെറുതെ പറയണതാണോന്ന് അറിയില്ല കേട്ടാ.
ബിസ്ക്കറ്റ് അല്ല രാജേഷേ, മഞ്ച് എന്തൊക്കെയോ സാധനങ്ങളില്ല അവരുടെ മെൽറ്റ് ആവണ്ടാത്ത ആ സാധനങ്ങളായിരിക്കും. പാൽപ്പൊടി, ബ്രിട്ടാനിയയുടെ ബ്രിട്ടാനിയയുടെ ഓൾ ഐറ്റംസ് ആർ ഹിയർ. അണ്ടർസ്റ്റുഡ്? അണ്ടർസ്റ്റുഡ്? നിത ഈസ് സ്റ്റഡിങ് ഓൾ ദ തിങ്സ്. ഏത് മിഠായിയുടെ പാക്കറ്റ് പൊട്ടിയിട്ടുണ്ടോ ചോദിക്കും. നിന്റെ ഭാര്യയുടെ ചേച്ചി ഇവിടെ അല്ലേ ജോലി ചെയ്യണേ? ആ വല്ല മിഠായി പാക്കറ്റ് പൊട്ടിയിട്ടുണ്ടോ വെച്ചിട്ടുണ്ടെങ്കിൽ 2 പാക്കറ്റ് മിഠായി എടുത്തിട്ട് വരാം. അതേപോലെ തന്നെ ചിലപ്പോ കിട്ടിയാലോ അല്ലേ? നമുക്കൊന്ന് ചോദിച്ചു നോക്കാം, ചേച്ചീനെ ഒന്ന് പരിചയപ്പെടാം. കണ്ടില്ല എന്ന് പറയരുത്. കണ്ടോ എന്നിട്ടാ ഇത് നെസ്ലെ മിൽക്കി ബാർ കണ്ടില്ലേ? ഇവക്ക് കുറേ സാധനങ്ങളുണ്ട്. ഇത് മൊത്തം ഗോഡൗണാന്ന്. ഇവിടെ നിന്നാണ് വണ്ടികൾ കയറ്റി പോണേ. ഇതെല്ലാം മനസ്സിലാവേണ്ടത് നിനക്ക്. ഇതൊക്കെ പഠിച്ചില്ലേ നീ? ഇതൊക്കെ ഇവിടെ ഇത്ര കൊല്ലമായിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറി കാണാനോ വല്ലതിനും പറ്റിയിട്ടുണ്ടാ? ഇതൊക്കെ മനസ്സിലാവണം എങ്ങനെയാ? ഇപ്പം ഇത് ഇതിൻ്റെ ഉള്ളിലൊക്കെ കണ്ടില്ലേ? പെയിൻറ്റ് കയറ്റുന്ന എവിടെയാണെന്നൊന്നും ഉള്ളിൽ കയറി കണ്ടിട്ടുണ്ടായിരുന്നില്ലല്ലോ. ഇപ്പോൾ കാര്യങ്ങൾ മനസ്സിലായില്ലേ? ഈ വണ്ടി ഇതിനോട് ചേർത്ത് ഇങ്ങനെ നിർത്തിയാലാണ് അവർക്ക് ഏറ്റവും അടുപ്പിച്ച് ലോഡ് കയറ്റാൻ പറ്റുള്ളൂ. കണ്ട ഇതേപോലെ നിർത്തണം. നമ്മൾ വീട്ടിലേക്കൊക്കെ മേടിക്കുന്ന സൈസ് പെയിൻറ്റുകളൊക്കെ കണ്ട എല്ലാം ഇവിടെയാണ്. ഈ സാധനമാണ് നമ്മൾ വീട്ടിലേക്ക് മേടിക്കുന്നത്. ഒരു ടിന്ന് മേടിക്കുമ്പോൾ തന്നെ നമ്മളെ ഒരു ടിന്നൊക്കെ മേടിക്കുമ്പോൾ തന്നെ 6000-8000 ഒക്കെ ആവണില്ലേ? അത്ര എന്തോരം സംഭവങ്ങളായിരിക്കണേന്ന് നോക്കിയേ. എത്ര രൂപയുടെ മുതലുണ്ടെന്ന് നോക്കി നോക്കിയേ. അല്ലെങ്കിൽ പെയിന്റിന്റെ പൈസ നമ്മൾ കൊടുക്കേണ്ടി വരുന്നല്ലേ? കയറ്റി തുടങ്ങിയിട്ടില്ല. കയറ്റി തുടങ്ങിയില്ലേ? ശരി, കുറച്ച് കയറ്റിണ്ട് കേട്ടോ. അവർ ഊണ് കഴിക്കാൻ പോയിന്നുണ്ട്. കുറച്ച് കയറ്റി വെച്ചു. 21 ടണ്ണ് വരും ടോട്ടല്. ഇതേപോലെ ഇങ്ങനെ മറച്ച് ഇതിലേക്ക് ഇട്ടിട്ട് ഇങ്ങനെ ഉറ്റി ഇങ്ങനെ കൊണ്ടുവന്ന് ഇതിൻ്റെ മുകളിലേക്ക് കയറ്റും. ഒന്നും വേണ്ട. ഇത് യാതൊന്നുമില്ല. പെയിന്റുകൾ പല സൈസുള്ളത്. ഇത് എന്താ ഗ്ലോസ്, ഇത് ഈസി ക്ലീൻ. പിന്നെ ഇങ്ങനെ കയറ്റാൻ പോണത് എന്നിട്ടായിരുന്നു വെതർ കോട്ട്. കണ്ട അതാ ബോഡിയുടെ സൈഡിലാണ് കേട്ടോ. പച്ച വെതർ കോട്ട്. അത് എന്തെങ്കിലും പെയിന്റുകളൊക്കെ ആയിരിക്കും ഇതേപോലെ തന്നെ. ഇതിപ്പോൾ ആ വണ്ടിയിൽ ഇതേപോലെ തന്നെ കയറ്റിക്കൊണ്ടിരിക്കണില്ലേ? അതെന്തോ പശയും കാര്യങ്ങളൊക്കെയാന്ന് തോന്നുന്നുണ്ട്. ശരിയാ. അത് ചോദിച്ചാൽ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരത് കൊടുക്കണ്ടോന്ന് ചോദിച്ചാൽ അത് നമുക്ക് മേടിക്കാം കേട്ടോ. ഇപ്പോൾ സമയം 1:30 അല്ലേ? ഇനി 2 മണി കഴിഞ്ഞിട്ടാണ് പണിക്കാർ കയറ്റാനായിട്ട് വരുള്ളൂ. അപ്പോൾ അതിന് ശേഷം 1 മണിക്കൂർ 2 പറഞ്ഞു കഴിഞ്ഞാൽ 3 മണിയാകുമ്പോഴേക്കും കയറ്റി തീരും. അപ്പോൾ നമുക്കിവിടെ പോസ്റ്റായിട്ട് നിൽക്കണോ? എന്ത് ചെയ്യണ്ടേ? പോയിട്ട് വന്നാലോ? എന്നാൽ പോയിട്ട് വരാം. ഓക്കെ. ഇപ്പോൾ സമയം 1:30 അല്ലേ? ഇനി 2 മണി കഴിഞ്ഞിട്ടാണ് പണിക്കാർ കയറ്റാനായിട്ട് വരുള്ളൂ. അപ്പോൾ അതിന് ശേഷം 1 മണിക്കൂർ 2 പറഞ്ഞു കഴിഞ്ഞാൽ 3 മണിയാകുമ്പോഴേക്കും കയറ്റി തീരും. നമ്മുടെ വണ്ടിയിൽ വീണ്ടും ലോഡൊക്കെ കയറ്റി തുടങ്ങിയിട്ടോ. ഇതേ കണ്ടില്ലേ? ആ ഒരു വണ്ടിയിൽ കൊണ്ടുവരും. എന്നിട്ട് തിരിച്ച് ഇങ്ങനെ കയറ്റി ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ അട്ടിയിടും. കണ്ടു? മരപ്പെട്ടി എന്താണെന്ന് മനസ്സിലായില്ലേ? മരപ്പെട്ടി അല്ല ചോദിച്ചാൽ, ഇവൻ്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. മരപ്പെട്ടി ഇവനെ കാണിച്ചിട്ട് എപ്പുറത്തതേ മരപ്പെട്ടി എന്താണെന്നുള്ളത് മനസ്സിലായി. രാജേഷേ, മരപ്പെട്ടി അതിനല്ലേ പറയാ? മരത്തിന്റെ പെട്ടി. മരപ്പെട്ടിയില് എന്തുട്ടാന്നുള്ളത് മനസ്സിലായ? മെഷീൻ. അതന്നെ, അത് ഞങ്ങൾ ചോദിച്ചു മനസ്സിലാക്കിയിട്ട് എന്താ സംഭവം എന്നുള്ളത്. അല്ല, എന്നാലും 1 ലക്ഷം രൂപയുടെ അടുത്തങ്ങോട്ട് വിലയുണ്ട് സാധനത്തിന്. വിലയുണ്ട്. അതെ, മിക്സ് ചെയ്യണതൊക്കെ കൂടി 2 മെഷീൻ ഉണ്ട്. 2 മെഷീൻ. ഒന്ന് കലക്കണ മെഷീനുണ്ട്, മിക്സ് ചെയ്യുന്ന മെഷീനും ഉണ്ട്. ഒന്ന് അത് എന്താ പറയുക, ഇങ്ങനെ കൂട്ടണ മെഷീനും ഉണ്ട്. രണ്ടാ. നമ്മുടെ വണ്ടിയിലേക്കുള്ള പെയിൻറ്റ് അതുപോലെ തന്നെ കൊണ്ടുണ്ട് കേട്ടോ. അതൊരു വണ്ടിയിലാണ്. ആ വണ്ടി ഓടിക്കാൻ ലൈസൻസിൻ്റെ ആവശ്യമില്ല. അത് ഹൈഡ്രോളിക് വണ്ടിയാണ്. പക്ഷേ ഈ വണ്ടിയുടെ പണിയാണെങ്കിൽ ഒന്നും പേടിക്കാനില്ല. ഇത് അവൻ്റെ വണ്ടി അർബാനോ ഓപ്പറേറ്റർ. ഇത് പ്രത്യേക സൈസ് അർബാന ഹൈഡ്രോളിക് ടൈപ്പാ. ഒന്നും വേണ്ട. അതെ. അപ്പോൾ കയറ്റി പകുതിയായിട്ടാ. ഏറെക്കുറെ പകുതിയായി. അപ്പോൾ കയറ്റി കഴിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ച് നിൽക്കുക ഞങ്ങൾ. പല സ്ഥലത്തുനിന്നും ലോഡ് ഇറക്കാൻ വേണ്ടിയിട്ട്, ഇതാണ് കേരളത്തിലെ മെയിൻ ഗോഡൗൺ എന്നാണ് പറയണത്. അപ്പോൾ പല സ്ഥലത്തുനിന്നും ലോഡ് ഇറക്കാൻ, അതായത് മഹാരാഷ്ട്രയിൽ നിന്നും ബോംബെയിൽ നിന്നും അതുപോലെ തന്നെ എന്താ പറയുക കർണാടക, ബാംഗ്ലൂരിൽ നിന്നൊക്കെ ലോഡ് കയറ്റി വരുന്ന വണ്ടികൾ ഇവിടെ ഇറക്കിയിട്ടാണ് നമ്മളൊക്കെ ഈ പറഞ്ഞ പോലെ തന്നെ 2ാമത് കൊല്ലത്തേക്ക് അല്ലെങ്കിൽ തിരുവനന്തപുരത്തേക്ക് അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ കയറ്റി പോകണത്. എനിക്ക് മനസ്സിലാവുന്നുണ്ട് എങ്ങനെയൊക്കെ കാര്യങ്ങളെന്ന്. ഈ വണ്ടി അങ്ങനെ പറ്റും. നമ്മുടെ ഇത് അങ്ങനെ തന്നെ നിൽക്കുക. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പെയിന്റ് അല്ലേ, അതിന് ഭംഗി ഉണ്ടാവും. ചാക്ക് പോലെ അങ്ങനെ പ്രശ്നം ഉണ്ടാവില്ല. അതുകൊണ്ട് പെർഫെക്റ്റ് ആയിട്ട് നിൽക്കും. അതെ, 2 പായിട്ടുണ്ട്. ഡബിൾ പായ കിടക്കണത്. ഇത് ഇല്ല, നനയാൻ പ്രശ്നമുണ്ട്. നനയാൻ പാടില്ല. നനഞ്ഞ പ്രശ്നം. അതില്
1 ലിറ്ററിൻ്റെ പെയിൻറ്റുകളാവും കടലാസ് പെട്ടിയില്ലേ 10 അങ്ങുണ്ട്. അപ്പോൾ അത് നനയാൻ പാടില്ല. ലൈലൻ്റെ ഫുൾ ഓടാണ് കേട്ടോ 12 വീല്. രാജേഷ് അണ്ണവണ്ടീനെ സഹായിക്കാനായിട്ട് കയർ അയച്ചു കൊടുക്കാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പുറത്ത് 2 ഡ്രൈവർമാരുണ്ട്, പക്ഷേ ആ ചേട്ടൻ അപ്പുറത്താണ് നിൽക്കണം. അപ്പോൾ രാജേഷ് ഈ സൈഡിലെ കയറുകളൊക്കെ അയച്ചു കൊടുക്കുക. അതെന്താ കാര്യം എന്ന് വെച്ചാൽ രാജേഷ് ഇനി പഠിക്കണമല്ലോ അത് എങ്ങനെയൊക്കെയാന്ന്. രാജേഷ് അപ്പം മടക്കിയേക്കണം കണ്ട എങ്ങനെയാന്ന് പായ കണ്ട അതിൻ്റെ മുകളിലേക്ക് കണ്ട അയച്ചിടുമ്പോൾ ഇത്രയുള്ള സാധനം, പക്ഷെ ഹുക്കിൻ്റെ മുകളിലേക്ക് നിർത്തണം. അതെ 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 കണ്ട അങ്ങനെ ചുരുട്ടി. അതെ അങ്ങനെ 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 കെട്ടുമ്പോൾ അങ്ങനെ ശ്രദ്ധിക്കണം. ഇനി പായം മടക്കണമൊക്കെ നോക്കി കണ്ട് പഠിച്ചോളാൻ പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് കെട്ട് കണ്ട രാജേഷ്, ഫസ്റ്റ് കെട്ട് എങ്ങനെയാന്ന് പായ്ക്ക് നീളം കൂടുതലായിരിക്കും. അപ്പോൾ പായയുടെ ബാക്കി സംഭവം ഇങ്ങോട്ടേക്ക് വലിച്ചിട്ടിട്ട് ഇതിൻ്റെ ഉള്ളിൽ ക്രോസ് അങ്ങോട്ട്. അതെ അതെ അതന്നെ പരിപാടി. അപ്പോൾ നീ ഇത് പഠിച്ചു ശരിക്കും പറഞ്ഞാൽ. കെട്ടിയില്ലെങ്കിലും കാര്യങ്ങൾ പഠിച്ചു. അല്ല പിന്നെ ഇങ്ങനെ തന്നെ പഠിക്കുക. ഉപ്പിന്റെ കയറ്റിയില്ലേ, ഉപ്പിന്റെ കയറ്റിയപ്പോ ബാലൻസ് ഇത്ര അധികം ഉണ്ടായിരുന്നില്ല, കുറച്ചുണ്ടായിരുന്നുള്ളൂ. അപ്പൊ ആ ചേട്ടൻ ചെയ്തറിയോ, അത് ഇങ്ങട് മടക്കി ഉള്ളിലേക്ക് മടക്കി. നമ്മുടെ വണ്ടിക്ക് അങ്ങനെ മടക്കാൻ പറ്റും. കാരണം വെച്ചാൽ നമ്മുടെ ക്യാബിനും ബോഡി സെപ്പറേറ്റാ. ഈ വണ്ടിയുടെ ക്യാബിനും ബോഡി ഒരുമിച്ചാ, ഇതിനിടയിൽ ഗ്യാപ്പില്ല. അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ കെട്ടണേ. പായ മടക്കണ സിസ്റ്റം. പക്ഷെ ഈ 2 പായം സെപ്പറേറ്റ് ആണ് മടക്കണം. അല്ല, ആദ്യം മറ്റേ പായ മാത്രം മടക്കുമായിരിക്കും അല്ലേ? അല്ല, കയറ് മുഴുവൻ അഴിച്ച് ഇതേ അവിടെ കുറത്തുണ്ട് വിടിയിക്കാൻ പാടില്ലാത്ത സ്ഥലത്ത് നീ ഓടിച്ചൊന്ന് വിടിച്ചു കൊടുക്കാന്ന് പറഞ്ഞാൽ സമ്മതിക്കുക. അത് വേറെന്താ പരിപാടിയാണെന്നുണ്ട്. അങ്ങനെയായിരിക്കും എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ്. നമുക്കറിയില്ലല്ലോ ഇതേ. ഇനി എങ്ങനെയാണ് പായം മടക്കണേന്ന് നോക്കട്ടെ. ഇവിടെ നിന്നുള്ളത് നേരെ ഒരു മടക്കം അങ്ങോട്ട് ചെരിച്ച് മടക്കുക. ഇനി അവിടെ നിന്ന് ഒരു മടക്ക് ചെരിച്ച്. അതെ അവിടെ മടക്കണണ്ട. ഇങ്ങനെ തന്നെയാ. എനിക്ക് മനസ്സിലായിരുന്നു. ഞാൻ നീ കണ്ടിട്ടില്ലെന്ന് വെച്ചിട്ട് ഞാൻ പറഞ്ഞതാ. കണ്ടില്ല മണലിന്റെ മണലില് പായ ഉണ്ടെങ്കിലും മറ്റേ ഇപ്പോഴല്ലേ ഈ പായ വന്നത്. ആദ്യം മറ്റേ പ്ലാസ്റ്റിക് പായ ഇടുന്നല്ലേ, അതിങ്ങനെ മടക്കാം. 2 സൈഡ് മടക്കിയിട്ട് അവിടെ നിന്ന് മടക്കി കൊണ്ടിട്ട് ക്യാബിന്റെ ഉള്ളിൽ മുകളിലേക്ക് ഇടും. ഞാനിത് ആദ്യമായിട്ടാണ് കണ്ടത്. ഇത് നമ്മുടെ വണ്ടിയിൽ പോകുമ്പോൾ ആദ്യമായിട്ടാണ് പായ മടക്കണം ഇങ്ങനെയാണ് സിസ്റ്റം എന്നുള്ളത് എനിക്ക് മനസ്സിലായത്. ഇടാവുന്ന പായ വന്നത് ടിപ്പറായാലല്ലേ നിനക്ക് അങ്ങനെ ഇടാൻ പറ്റുന്നേ, അല്ലെങ്കിൽ പറ്റുമോ? ഈ പായ ഇതിന് കനം കുറവാന്നുണ്ട്. മറ്റേ പായാണ് മെയിൻ പായ. മറ്റേ പായാണ് മോള് നനയാണ്ടിരിക്കാനുള്ളത്. നമ്മുടെയൊക്കെ പായ പോലത്തെ പായ, നെയിലോൺ പായ അല്ലേ? പറ്റില്ല. നമ്മുടെ പായൊന്നും പൊക്കാൻ പറ്റില്ല. ഇത് 24. ഇത് 26. 2 അടി കൂടുതലാണ് ലൈലൻഡ്. ഇതിൻ്റെ പായ ആകുമ്പോൾ പിന്നെയും നീളം കൂടുതലാണ്. പക്ഷെ നമ്മുടെ പായ 30ൻ്റെ മുകളിലുള്ള പായ. ഭയങ്കര ബാക്കിലേക്ക് കണ്ടമാനം വെറുതെ കിടക്കണ പായ. അതാണ് പ്രശ്നം. വേണ്ട പായ എന്ത് നീറ്റായിട്ട് ഒതുക്കി മടക്കി വെച്ച് നോക്കി. പക്ഷെ ഒരു കാര്യം, അത് പെട്ടെന്ന് ഇതാവും, കീറും. ഞങ്ങൾ പോയി നോക്കിയതാ, അത് തന്നെ പൊട്ടിപ്പോവും. സംഭവം തന്നെ കുറവാ, പക്ഷെ അത് കാര്യമില്ല, ഉപകാരത്തിലേക്ക് പെടില്ല. ഒറ്റയ്ക്കാണെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ പായാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എടുത്ത് പൊങ്ങാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. മറ്റേതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇപ്പോൾ പായമടക്കിൽ നമ്മുടെ വണ്ടിയുടെ അല്ലെങ്കിലും സംഭവം വ്യക്തമായിട്ട് കാണാൻ പറ്റി. അല്ല, നമ്മുടെ വണ്ടിയിലാണെങ്കിൽ വ്യക്തമായിട്ട് കാണാൻ പറ്റില്ല. കണ്ട 2 പേര് കൂടിയിട്ട് എടുത്ത് വെച്ചു. വണ്ടി മൂടിയിടാനല്ല, ഇനി മടക്കിൽ ഇനി തുടങ്ങണുള്ളൂ, സ്റ്റാർട്ട് ചെയ്യണുള്ളൂ. ഈ സൈഡിലേക്ക് ഇത്ര തന്നെ ഉണ്ട്. അപ്പൊ ഈ പായയുടെ വലിപ്പം നീ ഒന്ന് നോക്കി, എന്ത് വലിയ പായ നോക്കിയേ. ഈ സൈഡിലും. പക്ഷെ ഈ പായ്ക്ക് കനല്ലടാ, കനം കുറവാ. സുഖമായിട്ട് മടക്കാനും എടുക്കാനും പറ്റുമെന്ന്. വേണ്ട, ഇത് തുണിപ്പായ ശരിക്കും പറഞ്ഞ. മറ്റേ നൈലോൺ പായല്ലേ, അതാണ് വ്യത്യാസം. ഇനി തിരിച്ചും മടക്കണം, പണിയുണ്ട്. ഇത് മടക്കാന്ന് പറഞ്ഞാൽ നല്ല പണിയാ. എന്തായാലും ഇത്ര വലിയ പായയില്ല, അവർ 2 പേര് കൂടിയിട്ട് മടക്കി എടുത്ത് വെച്ചു മൊത്തം. ഇത് എന്തോരം കാര്യങ്ങൾ അറിയാൻ പറ്റി. ഇപ്പോൾ ഈ അണ്ണൻ ആന്ധ്രയിൽ നിന്ന് ലോഡ് കയറ്റി വന്നിട്ടുള്ളതാണ്. 42,000 രൂപയാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ആന്ധ്രയിൽ നിന്ന്. അപ്പോൾ ആൾ പറയുകയാണ്, ഇതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുന്ന് ടോള് വരും. പക്ഷേ ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കട്ട് ചെയ്ത് വരുമ്പോൾ ടോള് കുറയും. അതേപോലെ ഇവർ 4 മൈലേജ് 4.5 മൈലേജ് കിട്ടാവുന്ന രീതിയിലുള്ള ഓടിക്കലാണ്
ഓടിക്കുക. അപ്പോൾ അത് കാരണം അതിലും ഡീസലിലും വ്യത്യാസം വരും. അപ്പോൾ അത്ര വാടക 42,000 രൂപ വാടക കിട്ടി കഴിഞ്ഞാലും നല്ല വാടകയായി. ഭാരത് ബെൻസൊക്കെ എങ്ങനെ ഓടിച്ചാലും 3.5 മൈലേജ് കിട്ടുമ്പോൾ അതൊരു 4.5 മൈലേജ് കിട്ടുമെന്ന് പറയണത് ഈ ഒരു 10 വെച്ച് ഓടി കഴിഞ്ഞ് കഴിഞ്ഞാൽ. പിന്നെ അതുപോലെ തന്നെ ടോളും എല്ലാ സ്ഥലത്തും ഇങ്ങനെ നമുക്കറിയാവുന്ന വഴിക്ക് ഇയാൾ പറഞ്ഞു ഒന്നും കുറേ, പക്ഷേ നമ്മുടെ ഓർമ്മയിൽ അതൊന്നും നിൽക്കില്ല. നീ ഓടി തുടങ്ങുമ്പോൾ അറിയുള്ളൂ. ആവശ്യം നീ ആ അണ്ണനോട് ചോദിച്ച് ഇപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. 5 മൈലേജ്. പിന്നെ ടോളോ ഇടിച്ചു കളയാണോ? അത് അല്ലാണ്ട് വേറെ ഒതുക്കി പോവല്ല, വേറെ വഴി കൂടെ പോവില്ല. അതെ, അത് തുറന്നു കൊടുക്കണം. അല്ലാണ്ട് നമ്മൾ വണ്ടിയുടെ ടാക്സ് 3 മാസത്തെ അടച്ചിട്ടുണ്ട്. പിന്നെ വണ്ടി മേടിച്ചപ്പോൾ ഒറ്റ ടാക്സ് അടച്ചിട്ടുണ്ട്. പിന്നെ എന്തിട്ടാ റോഡ് ടാക്സ്? അപ്പൊ ശരിയാ, ആയിഷ പറഞ്ഞാൽ കറക്റ്റാ. ഇടി അപ്പൊ നീ മേടിക്കാൻ മെനക്കെട്ട് എന്നെയും കൂട്ടി ഇടി മേടിക്കാനുള്ള പരിപാടിക്ക് നീ ഇറങ്ങിയിട്ടുണ്ടായല്ലേ? അത് കുഴപ്പമില്ല. എന്തായി നമ്മുടെ ഗേറ്റ് കഴിയാറായോ? ആയിട്ടില്ല. അപ്പോൾ ദേ ഈ വണ്ടിയിൽ ഡബിൾ ഡ്രൈവർ ഈ അണ്ണനും ദേ മറ്റേ അണ്ണനും കേട്ടോ. അപ്പോൾ അവളോടൊക്കെ കുറേ നേരം സംസാരിച്ച് കാര്യങ്ങൾ മനസ്സിലായി. ഇനി ഇതെന്താ ഈ ബോറടിച്ചാ? ബോറടിച്ച് തിരിച്ചടിക്കുക. നമ്മുടെ കുപ്പിയിൽ വെള്ളം നിറച്ച് കൊണ്ടുവരണം കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിൽ പോകുന്ന വഴിക്ക് 2 കുപ്പിയിൽ വെള്ളം നിറയ്ക്കാൻ നമ്മുടെ വണ്ടിയിലത്തെ വെള്ളം കാലിയായി. അപ്പോൾ മറ്റേ ഇതെന്താ പറയുക, മറ്റേ ടിന്നുകളൊക്കെ മൊത്തം കയറ്റി കഴിഞ്ഞു. ഇനി ഈ 1 ലിറ്ററിൻ്റെ മറ്റേ ടിന്നുകളുണ്ടല്ലോ, അതിങ്ങനെ പാക്കിങ്ങിലാണ് വരിക. ആ സംഭവിക്കുകയാണ് ഇപ്പോൾ കയറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇനി മൊത്തം ഈ ഹൈറ്റ് വരെ വരുമെന്ന് പറഞ്ഞു. ഈ ഹൈറ്റ് വരെ ഫുള്ള് അങ്ങ് അറ്റം വരെ കയറ്റുന്നത് വന്നു. 2 വണ്ടി കൊണ്ട് മൊത്തം സംഭവങ്ങൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇത് കഴിഞ്ഞ് പായിട്ടില്ലെങ്കിൽ ഇത് നനയും. അപ്പോൾ അതുകൊണ്ട് ഇത് കഴിഞ്ഞിട്ട് വേണം പായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. പടപടപടയെന്ന് പറഞ്ഞിട്ട് കയറ്റി തീർക്കുകയാണ് കേട്ടോ. അങ്ങനെ മൊത്തം പായിട്ട് കേട്ടോ. ഇനി കയറ് കെട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ മൊത്തം. ഒരു കയറ് കെട്ടാനായിട്ട് 6 പേര് മിനിമം ഉണ്ട് കേട്ടോ. ചേട്ടന് കെട്ടാറിയാത്തതുകൊണ്ട്. അയ്യോ, എന്തായാലും ലോഡൊക്കെ കയറ്റി കഴിഞ്ഞ് നമ്മളിപ്പോൾ നാളെ എടുക്കുള്ളൂ ഇവിടുന്ന്. അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞു കേട്ടാ. കയറ് കെട്ടലൊക്കെ കഴിഞ്ഞു. ഇവിടുത്തെ ആൾക്കാരൊക്കെ സഹായിച്ച കാരണം വേഗം പണികളൊക്കെ തീർത്തു കേട്ടാ. അങ്ങനെ ഓട്ടം കൊല്ലത്തേക്കാണ്. കൊല്ലം കൊട്ടാരക്കര ആ ഭാഗത്തേക്ക് അങ്ങടാ. അപ്പോൾ കയറൊക്കെ കെട്ടി ഇനി നമ്മളത് മാറ്റി ഇവിടുന്ന് മാറ്റിയിടണം. ആ ഭാഗത്തേക്ക് മാറ്റിയിടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒതുക്കിയിടണം. പിന്നെ മറ്റുള്ള വണ്ടികൾക്ക് ലോഡ് കയറ്റാനുള്ളതല്ല. അപ്പോൾ അത് കാരണം നമ്മളിവിടുന്ന് മാറ്റി വയ്ക്കണം. ലോഡൊക്കെ നിറച്ച് അത്യാവശ്യം കുഴപ്പമൊന്നുമില്ലാണ്ട് ഉണ്ട്. പിന്നെ കയറൊക്കെ കെട്ടി പായൊക്കെ കെട്ടി നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ. കണ്ടോ, പെർഫെക്റ്റ് ആയിട്ട് കെട്ടിയിട്ടുണ്ട്. ഇതും കൊണ്ട് കാശ്മീർ വരെ പോയാലും ഒന്നും സംഭവിക്കില്ല. അതേമാതിരി കെട്ടിയിട്ടുണ്ട്, ഭദ്രമാക്കി ഇട്ടിട്ടുണ്ട്. ഒതുക്കി ഇടാൻ വേണ്ടിയിട്ടുള്ള പങ്കപ്പാടാണ് കേട്ടോ കാണുന്നത്. വലിയ വണ്ടിയാകുമ്പോഴേ പാർക്ക് ചെയ്യാൻ എല്ലാത്തിനൊക്കെ ഒരു ബുദ്ധിമുട്ടാണ്. കാരണം കറക്റ്റ് സ്ഥലമല്ല ഇതിനൊക്കെ പാർക്കിങ്ങിന് കിട്ടുള്ളൂ. ആ കറക്റ്റ് സ്ഥലത്തേക്ക് എത്തിച്ചെടുക്കാന്ന് പറഞ്ഞ് എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. അപ്പോൾ ഇന്നിപ്പോൾ പാർക്ക് ചെയ്തിട്ടിട്ട് ഇന്ന് നാളെ വൈകുന്നേരം ഇവിടെ നിന്ന് പോവുള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെ ഇവരുടെ ഇവിടെ തന്നെ ഗോഡൗണിൽ തന്നെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇടാനാണ് പോണേ. അതിന് വേണ്ടിയിട്ടുള്ള പങ്കപ്പാടാണ് ഈ കാണുന്നത്. അവിടെ നമ്മുടെ അണ്ണന്മാരുടെ വണ്ടിയിൽ നിന്ന് പെയിൻറ്റ് ഇറക്കി കഴിഞ്ഞിട്ടില്ല കേട്ടാ. പെയിൻറ്റ് ഇറക്കിക്കൊണ്ടിരിക്കുന്നു എപ്പോഴും. അപ്പം അതിൻ്റെ ഇടയ്ക്ക് വേറൊരു വണ്ടി അങ്ങോട്ട് ഉള്ളിലേക്ക് പോയി. ഇപ്പോൾ അത് തിരിച്ചിങ്ങോട്ട് കയറി വരുന്നുണ്ട്. എന്താണെന്നറിയില്ല. ഇതിൻ്റെ അപ്പുറത്തെ പ്രതിഷേധം പറഞ്ഞില്ലായിരുന്നോ? ബ്രിട്ടാനിയയുടെയാണ്. പക്ഷെ ബ്രിട്ടാനിയയുടെ അല്ല കേട്ടോ. പ്രതിഷേധം തെറ്റി പറഞ്ഞതാണ്, നെസ്ലയുടെയാണ്. അയ്യോ, എൻ്റെ മുന്നിലേക്കൊരു വണ്ടി വരുന്നു. അയ്യോ, ഞാൻ മാറി കൊടുക്കട്ടെ. എൻ്റെ അപ്പ ഗായ്സ്, അപ്പോൾ വണ്ടി അങ്ങനെ ഒതുക്കി നിർത്തി. ഇനി നാളെയാണ് പോകാൻ പറ്റുള്ളൂ. ഇന്നിപ്പോൾ വൈകുന്നേരം ബില്ല് മേടിക്കുക. നാളെ വൈകുന്നേരമാണ് പോകണുള്ളൂ. ഇന്ന് വൈകുന്നേരം പോകാൻ പറ്റില്ല. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ന് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇറക്കി കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നാളെ ആണോ? അപ്പോൾ നമ്മൾ അടുത്ത ദിവസം പോകുന്നതായിരിക്കും അല്ലേ? അപ്പോൾ വീട്ടിലേക്ക് കോട്ട മാത്രമല്ലേ എടുക്കണുള്ളൂ? ബാഗോ? അപ്പോൾ അവിടെ ഇരുന്നോട്ടെ. ആ ബില്ല് മേടിക്കണം. വാ, നമ്മൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ചായ കുടിക്കാനായിട്ട് വന്നു. വേഗത്ത് കുളിച്ചുട്ടോ. വയ്യാണ്ടായിന്ന് പറയില്ലേ? പായക്കെട്ടിൽ എളുപ്പമല്ല. ഒറ്റയ്ക്കുള്ള പായക്കെട്ടിൽ വലിയെന്ന് പറഞ്ഞാൽ കെട്ടിട്ട് വീണ്ടും വീണ്ടും കഴിയുമ്പോൾ ആയിഷേ പഠിച്ചോളണം കേട്ടോ. ഒരു പ്രാവശ്യം 2 പ്രാവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ താലി കെട്ടണമെന്ന് വിചാരിച്ചിരിക്കുക. സിമ്പിൾ പരിപാടിയാ. ഇതേ താലി കെട്ടാൻ ഇനി ഇതേ എത്ര പ്രശ്നമില്ലല്ലോ. അങ്ങനെ അത്ര എളുപ്പമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ്. എന്തായാലും പാടുപെടാൻ പോകണം. അഴിക്കാൻ സുഖം കേട്ടോ.
കെട്ടഴിക്കാൻ നല്ല സുഖ, അതെനിക്കറിയാം. കെട്ടഴിക്കൽ ഞാൻ അഴിക്കാം, നീ മുകളിൽ മറ്റേ ഇത് ചെയ്താൽ മതി. ചുറ്റലും പായമടക്കലും നീ കേട്ടാ. അപ്പോൾ എന്തായാലും കഴിഞ്ഞു. രണ്ടുപേരും കൂടി ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല. ബാക്കിൽ നീട്ടിയിടണം. അത് കണ്ടമാനായി ബേക്കലി, അതാണ് ഇത്ര ബുദ്ധിമുട്ടുള്ള ബേക്കലി. അല്ലെങ്കിൽ കറക്റ്റ് കോടിനെ ഇത്ര നീളത്തിലുള്ള കോടി കോടിനെ അടിക്കാനൊക്കെ മുകളിൽ വരെ കയറ്റി തമിഴ് മുണ്ടുന്ന പോലെ ആ തമിഴന്മാരുടെ ലോറിയുടെ പായ കെട്ടൽ കയറിടലൊക്കെ പെർഫെക്റ്റാ. ഒരു ചുളി പങ്കിട്ട് ഇതെന്താന്നറിയോ, സ്ഥിരമായിട്ട് അതിന്റെ അല്ലടി. ഇപ്പൊ നമ്മൾ സ്ഥിരമായിട്ട് ഇപ്പൊ നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പഠിച്ച് വരികയാണെങ്കിൽ കുഴപ്പമില്ല. ആദ്യമായിട്ട് അല്ലെങ്കിൽ 2-3 പ്രാവശ്യം ആയുള്ളൂ. അപ്പൊ ഫുള്ള് ചെയ്യട്ടെ, അത് തന്നെ പഠിക്കും. പിന്നല്ലാണ്ട് ഞാൻ പായ കെട്ടാനായിട്ട് ഞാൻ നോക്കിയിട്ടില്ല. ഞാൻ കയറിട്ട് കൊടുക്കല് മാത്രമേ ഉള്ളൂ, കെട്ടലില്ല. അതറിയില്ലേ? അതൊന്നുമില്ല, ഒറ്റയ്ക്കൊക്കെ ആണെങ്കിൽ നമ്മൾ ചെയ്യാൻ അല്ലാണ്ട് വേറെ എന്തിട്ടോ. ഇപ്പൊ ഞങ്ങള് തൂത്തുകൂടി പോയി, 2 കൽപ്പിച്ചല്ലേ നമ്മൾ പോയത്, നടന്നില്ലേ? ഞാൻ പറഞ്ഞു 2 കൽപ്പിച്ചല്ലേ പോയത്, വരുന്നത് വരട്ടെ അങ്ങനെ വിചാരിച്ച് പോവന്നെ ഒക്കെ. അതന്നെ ഞങ്ങളുടെ അല്ല. അതുകൊണ്ട് ഇത് ഇനിയിപ്പോ കുടുംബത്തേക്ക് എത്താൻ വേണ്ടിട്ട് അവിടെ നിന്ന് ഉണ്ടാവോ സ്ഥിതി അറിയില്ല, കണ്ടറിയാം. അപ്പൊ ബില്ല് മേടിക്കാൻ വേണ്ടി നിൽക്കുക. ആ നീ ഉള്ളത് കൊണ്ട് ശരിയാ. രാജേഷ് മറ്റേ ഒരു ധൈര്യം തരുന്നുണ്ട്. തിരുപ്പത്തൂര് കിടന്നപ്പോ ഞാൻ ചിന്തിച്ചില്ലേ, ദൈവം ഈ വണ്ടിക്കൊരു ചിറകുണ്ടെങ്കിൽ. അപ്പോൾ ഇവിടുത്തെ എല്ലാ പരിപാടികളും കഴിഞ്ഞ് ബില്ലും സാധനങ്ങളൊക്കെ കിട്ടി, വണ്ടി ഒതുക്കിയിട്ടു. ഇനിയിപ്പോൾ നാളെ വൈകുന്നേരം വന്ന് എടുക്കുക, അതാണ് ഉദ്ദേശിക്കണേ. അപ്പം നേരെ രാജേഷിന്റെ വീട്ടിലേക്ക്, ഞാൻ എൻ്റെ വീട്ടിലേക്ക്. നിന്റെ ബാഗും സാധനങ്ങളും വണ്ടിയിൽ നിന്ന് എടുക്കണ്ട, വണ്ടിയിൽ വെക്കും. അത്യാവശ്യം ഞാൻ എടുക്കും. അതെ, അപ്പം അത്ര ഉള്ള പരിപാടി. നമുക്ക് അടുത്ത വരവ് കൊണ്ടത്ത് വെച്ച് കാണാം. അതെ. അപ്പോൾ അടുത്ത ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെയും എല്ലാവർക്കും ബൈ 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 ബൈ.